ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ച് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു 4 മുട്ട, പുഴുങ്ങിയ 4 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഒരു മുട്ട എടുത്തതിന് ശേഷം ഇതേപോലെ നടുക്ക് കൂടെ ഒന്ന് കീറി, ഒന്ന് പകുതി വരെ ഒന്ന് കീറി കൊടുക്കാം. കീറി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അകത്തുള്ള ആ ഒരു മഞ്ഞക്കരു എടുത്ത് മാറ്റി വെക്കാമേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇത്രയും ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളേ, മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മുട്ടയെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 4 മുട്ട ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞക്കരു ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഞ്ഞക്കരു ഫോർക്കോ ഒരു സ്പൂണോ വല്ലതും വെച്ച് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മഞ്ഞക്കരു നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്കൊരു മസാല നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഒരു സവാള നുറുക്കിയതും ഒരു പച്ചമുളകും ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി, പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് അരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി ഉടച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി കണ്ടോ, ഇട്ട് കൊടുത്ത് തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്കുള്ള പൊടി ഐറ്റംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളമുള്ള ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂണോളമുള്ള പെപ്പർ പൗഡർ, അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാനിതിലേക്ക് ആദ്യമേ തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരി ഒന്ന് പൊടിച്ച് വെച്ചിട്ടില്ല, അതിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളമുള്ള പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു ദോശ ബാറ്ററിൻ്റെ പരുവാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്സ് കണ്ടോ, നല്ലൊരു ദോശ ബാറ്ററിൻ്റെ പരുവായിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ആദ്യത്തെ നമ്മുടെ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ കീറി വെച്ച മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിൽ നിന്നും ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു തയ്യാറാക്കി വെച്ചിരുന്ന മസാലയില്ലേ, ഈ മസാല കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മസാലയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇതിലേക്ക് പൊട്ടാതെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടയെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് ഇതേപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു മുട്ട എടുത്തതിന് ശേഷം ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്ററില്ലേ, ബാറ്ററിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ആ ഒരു ബാറ്ററിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് ഒരു ഡബിൾ കോട്ടിങ്ങിന് വേണ്ടിയാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുത്താൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കിയിരിക്കുന്നത് ഞാൻ ഇതേപോലെ ഒന്ന് ഡബിൾ കോട്ട് ചെയ്തെടുക്കുവാണേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ സ്നാക്ക് എല്ലാം ഞാൻ ഡബിൾ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 എണ്ണം ഞാൻ ആദ്യമേ ഒന്ന്
ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് കണ്ടോ, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതലാകണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാമേ. ഇപ്പം നമ്മുടെ സ്നാക്ക് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ് കഴിക്കാൻ. അകമേ നല്ല ടേസ്റ്റായിട്ടുള്ള മസാലയാണ്, പുറമേ 2 കോട്ടിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് പുറമേ കഴിക്കാനും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ സ്നാക്ക് മുട്ടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.